മോക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മോടച്ഛൻ മോളെ തേടി വരും. ഇതിപ്പോ കുഞ്ഞിനെ കുറിച്ച് എല്ലാവരും അവനോട് പറയാതിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവന് വന്ന് കാണാനൊക്കെ തോന്നും. തോന്നിയാ മതിയായിരുന്നു. ചിലപ്പോ അവനായിരിക്കും. കുറ്റിയിട്ടിട്ടില്ല, കേറി വന്നോ. ആ, മോളായിരുന്നോ? മോൾ ഒറ്റയ്ക്കാണോ വന്നേ? അതെ. ആ, ദേ ആരാ വന്നേന്ന് നോക്കിയേ. അരുൺ സാറ് വന്നില്ലേ മോളെ? സാറും അമ്മയും കൂടെ സാറിന് തറവാട്ടിൽ പോയിരിക്ക. ആ സമയത്തായിരിക്കും ഇങ്ങ് പോകുന്നത്. നല്ല കലയുള്ള ഒരു കുഞ്ഞാ. ദീപനെ പോലെയുണ്ട് അല്ലേ മോളെ? അതെ, ദീപേട്ടനെ കാണുന്ന പോലെയുണ്ട്. പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം? ആള് വരണ്ടേ? ഞങ്ങളൊക്കെ ഒരുപാട് തവണ വിളിച്ചു, പക്ഷെ അനുകൂലമായിട്ടൊന്നും പ്രതികരിക്കുന്നില്ല. ഒന്നുകൂടെ വിളിക്ക് കാർത്തു. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ സമാധാനായി. ഞാൻ അതിനു വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കാം. കണ്ണേട്ടനെ കൊണ്ടൊക്കെ വിളിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ വന്നു കഴിഞ്ഞാ പിന്നെ ദീപേട്ടനുമായിട്ട് പഴയതുപോലെ വിജിത വഴക്ക് കൂടരുത്. അല്ലെങ്കിലും ഞാൻ ദീപേട്ടനായിട്ട് വഴക്കൊന്നും ഇട്ടിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും ആണുങ്ങളില്ലാത്തതിന്റെ ഒരു കുറവ് തന്നെയാ. അത് പറയുന്നതിനേക്കാളും അപ്പുറമാ. ഒരു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാ കുഞ്ഞിന്റെ അച്ഛൻ അരികില് വേണമെന്ന് ഏത് പെൺകുട്ടിയും ആഗ്രഹിക്കും. ദീപേട്ടൻ ചതിയനൊന്നുമല്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ദിവസം വരും. ആ പ്രതീക്ഷയിലാ ഞാനും. എവിടെ ഇപ്പൊ താമസിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. കണ്ണേട്ടനും പപ്പേട്ടനും ഒന്നും. അതാ പ്രശ്നം. വിജിതയ്ക്ക് ദീപേട്ടൻ എങ്ങോട്ടാ പോയതെന്ന് പറയാൻ പറ്റുമോ? അതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരിട്ട് പോയേനെ. ഞാൻ വിളിച്ച എടുക്കത്തില്ല. ഞാനും. ഞാൻ വിളിക്കുമ്പോ എടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ കുഞ്ഞിന്റെ കാര്യം പറയുമ്പോഴേക്കും ദേഷ്യപ്പെടുക. വീട്ടിലെത്തിയിട്ട് ഞാൻ വിളിച്ചോളാം. പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്റെ കയ്യിലില്ല. ഞാൻ സാറിനോട് കണ്ണേട്ടനോട് പറയാം. അതൊന്നും വേണ്ട കാർത്തു. ആവശ്യത്തിന് പൈസയൊക്കെ ഉണ്ട്. ആളാണ് അടുത്തില്ലാത്തത്. ഇതുപോലൊരു കുഞ്ഞ് കാർത്തൂനും വേണ്ടായോ? ആർക്കാ കുഴപ്പം? അറിയില്ല. മിക്കവാറും അരുൺ സാറിനായിരിക്കും. സാറിന്റെ ചേട്ടനും എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ നേരത്തെ പറയുന്നത്. അല്ല മോളെ, ആ കൊച്ചിന് സുഖമായോ? അതിപ്പോഴും ഭ്രാന്തെടുത്ത് നടക്കുകയാണോ? ഇതുവരെ പഴയതുപോലെ ആയിട്ടില്ല. എങ്ങനെയാവും? അതുപോലല്ലേ കയ്യിലിരിപ്പ്. ഓ, ഇതുപോലുള്ള ഇനങ്ങളൊക്കെ കുറെ നാൾ സ്ഥിരബുദ്ധിയില്ലാതെ നടക്കണം. ആരോടും പറയാതെയാ ഞാനിങ്ങോട്ട് വന്നതേ. അതുകൊണ്ട് പോവാ. ഇടയ്ക്ക് പറ്റുവാണെങ്കിൽ സാറിനെയും കൂട്ടി വരാം. ഞങ്ങള് മിക്കവാറും നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ആവും. ദീപേട്ടനെ കാർത്തു ഒന്ന് വിളിക്കണേ. ഉറപ്പായിട്ടും വിളിക്കും. പോയിട്ട് വരാട്ടോ. അപ്പൊ ശരി. ശരി മോളെ. കുഞ്ഞിന് കണ്ണുവെച്ചോന്നറിയത്തില്ല. അമ്മയൊന്ന് ചുമ്മാതിരി. ആരും സഹായത്തിനില്ലാത്തപ്പോ അരുൺ സാർ എന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ആ, അത് ശരിയാ. അവള് രാജയോഗമുള്ള പെണ്ണ. അല്ലെങ്കിൽ കാട്ടിക്കടന്നു നോക്കി ഇതുപോലെ ഉയർച്ച ഉണ്ടാവൂ? കാർത്തുവാണല്ല. കരുണന്റെ കൊച്ചുമോളെ കാണാൻ വന്നതായിരിക്കും. അതെ മോനെ, എനിക്ക് അരുൺ സാറിനും ഒന്ന് കാണാം. ശരിയേട്ടാ, പോയിട്ട് വരാം. മഞ്ജു നോർമൽ ആവണമെന്ന് അനന്തുനില്ലേ? അതെന്താ ഡോക്ടറെ അങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിൽ ഇതിനകം തന്നെ ഞാൻ പറഞ്ഞ ഡോക്ടർമാരെ കാണേണ്ടതാണല്ലോ. അതോ ഇനി ജീവിതകാലം മുഴുവൻ
ഇങ്ങനെ തലയ്ക്ക് തട്ടി നോർമലാവുന്ന ഭാര്യയോട് സംസാരിച്ചാൽ മതിയോ? ജീവിച്ചാ മതിയോ? ഞങ്ങൾ പൊയ്ക്കൊള്ളാം ഡോക്ടറെ. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. രണ്ടാളും കാർത്തുവിനെ ഒരിക്കലും തള്ളിപ്പറയരുത്. അവളും ഈ വീടിന്റെ മരുമകള് തന്നെയാ. അനന്തുവിന്റെ അനിയന്റെ ഭാര്യയാണ് കാർത്തു. എന്ന് വെച്ചാൽ നിങ്ങളുടെ അനിയത്തി. ആ സ്നേഹവും ബഹുമാനം ആ കുട്ടിക്ക് കൊടുക്കണം. മാളുവിനൊരു ആപത്ത് വന്നപ്പോൾ സഹായിച്ചത് ആ കുട്ടിയാണെന്ന് ഓർക്കണം. അത് മാളുവിനെയും മാളുവിന്റെ അമ്മയും മുത്തശ്ശനെയും ഒക്കെ സ്വാധീനിക്കാനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാർത്തൂരോട് പിണങ്ങിയപ്പോഴൊക്കെ നിങ്ങൾക്ക് തിരിച്ചടിയേ ഉണ്ടായിട്ടുള്ളൂ. ആ ബോധം ഇടയ്ക്കെങ്കിലും മനസ്സിൽ വേണം. അവളെ പുകഴ്ത്തി സംസാരിക്കണ്ടേ ഡോക്ടറെ? ഞാൻ പറയാനുള്ളത് പറയും. അത് കേൾക്കാനുള്ള മനസ്സിലെങ്കിൽ നമ്മൾ തമ്മിലുള്ള സൗഹൃദം ഇവിടെ അവസാനിപ്പിക്കാം. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. കുഞ്ഞു പോയതോടെ ഞങ്ങളാകെ തകർന്നിരിക്കുക. എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു വേണം ഡോക്ടറെ. എങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കണം. കാർത്തുവിനെ സ്നേഹിക്കണം. എന്നിട്ട് നല്ലൊരു ഡോക്ടറെ എത്രയും പെട്ടെന്ന് പോയി കാണണം. ശരി, ഞാൻ ഇറങ്ങാം. അയ്യോ ഡോക്ടറെ, ഒന്നിരിക്കു പോലും ചെയ്യാതെ. പോയിട്ട് അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാ. അങ്ങേര് മാറിപ്പോയല്ലോ അനന്തേട്ടാ. അങ്ങേരെ അവള് മാറ്റിയോ? എനിക്ക് കുഞ്ഞ് ജനിച്ചില്ലെങ്കിലും അവളെ വക വരുത്തണം അനന്തേട്ടാ. ആദ്യം നമ്മുടെ കാര്യം ഒന്ന് ശരിയാവട്ടെ മോളെ. അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ ചെയ്യാം. ആ വൈദ്യരെ കണ്ട് മറുമരുന്ന് ആവശ്യപ്പെട്ടായിരുന്നോ? അതൊക്കെ ആവശ്യപ്പെട്ടു. 1,00,000 രൂപ അയാൾ പറയുന്നത്. അതൊരു നിസ്സാര തുകയല്ലേ? അത് കൊടുത്തൂടെ? കൊടുക്കാന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെന്താ അനന്തേട്ടന്റെ മുഖത്തൊരു വിഷമം? എന്റെ 2 വള വിറ്റാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഏയ്, അതിന്റെ ഒന്നും കാര്യമില്ല. ഞാൻ ആ ഡോക്ടർ പറഞ്ഞത് ഓർക്കുക. അതാ എന്റെ മുഖം മാറിയത്. അല്ല, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. കാലക്കേടിന് എന്റെ ഭർത്താവ് പോലും എന്റെ വിഷമങ്ങൾ മനസ്സിലാക്കിയെന്ന് വരില്ല. അല്ലെങ്കിലും അനന്തേട്ടന് പണത്തിനോട് വലിയ ആർത്തിയാണല്ലോ. അത് പിന്നെ നിനക്കല്ലേ? അതിനുവേണ്ടിയല്ലേ നമ്മൾ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. എനിക്കിനി സ്വത്ത് കിട്ടിയില്ലെങ്കിലും ശരി, അവള് ജീവിച്ചിരിക്കാൻ പാടില്ല. എന്റെ സർവനാശത്തിനും കാരണക്കാരിയായ കാർത്തു. ഡോക്ടർ അനന്തു സാറിന്റെ വീട്ടിൽ പോയിട്ട് വരുവാണോ? അതെ. എന്റെ ഡോക്ടർ സാറേ, എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ അസുഖം ഒന്ന് മാറ്റി കൊടുക്കണേ. അനന്തു സാറ് വല്ലാത്ത വിഷമത്തിലാ. മഞ്ജു പഴയ പോലെ ആയെങ്കിൽ മാത്രമേ ഇങ്ങനെ ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റൂ. എന്തായാലും വലിയ കഷ്ടം തന്നെയാ. പിന്നെ കാർത്തൂനോട് കൊള്ളരുതായ്മ കാട്ടിയതുകൊണ്ടാ ദൈവം തിരിഞ്ഞു കൊത്തിയത്. അവിടുത്തെ സംസാരങ്ങളൊക്കെ ഞാനും കേൾക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. കാർത്തു എന്ന പെൺകുട്ടി ദൈവാധീനമുള്ള കൂട്ടത്തില. അവളെ ആര് എന്ത് ചെയ്താലും അതിനൊക്കെ മറുപടി കൊടുക്കുന്നത് ദൈവങ്ങളാ. അത് 100% സത്യല്ലേ ഡോക്ടർ സാറേ? പത്മിനിയുടെ അനിയത്തിയല്ലേ പവിത്ര? അയ്യോ ആണ് സാറേ. എന്തേ? എനിക്ക് പത്മിനിയെ കൊണ്ട് ഒരാവശ്യം കൂടെ ഉണ്ടായിരുന്നു. എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. ഇങ്ങോട്ടൊന്നും ചോദിക്കരുത്. പറയുന്ന കാര്യം ചെയ്താൽ നിങ്ങൾ ആവശ്യപ്പെടുന്നതിൽ അപ്പുറം പണം തരാം. പക്ഷേ കാര്യം നടക്കണം. അന്ന് മഞ്ജുമോളുടെ മുടിയെടുത്തു തരാൻ പറഞ്ഞു. ഞാനത് പുഷ്പം പോലെ എടുത്തു തന്നില്ലേ? നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മറ്റൊരു പെണ്ണിന്റെ മുടിയെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇവിടെ അത് തന്നെയാണ് ആവശ്യം. ഇനി ആരുടെ തലമുടിയാ ഡോക്ടർ സാറിന് ആവശ്യം? മഞ്ജുവിന്റെ അമ്മയുടെയാണോ? അരുൺ സാറ് ഇപ്പോഴെങ്ങാനും ഇങ്ങോട്ട് വരുമോ? അവൻ കുറച്ച് കഴിഞ്ഞേ വരത്തുള്ളൂ. ഭാഗ്യം. അല്ല, സാറും കൂടി വന്നിരുന്നെങ്കിൽ മഞ്ജുമോടെ കാര്യം പറയായിരുന്നു. അവനെല്ലാം അറിയാവുന്നതാണല്ലോ. ചായ കുടിക്കുക ചേച്ചി. അല്ല മോളെ,
മോൾക്ക് തരാൻ കൊണ്ടുവന്ന പലഹാരാണ് മഞ്ജുമോൾക്ക് അതിന്റെ അനിയത്തി കൊണ്ടുകൊടുത്തതല്ലേ? അവിടെ നടക്കുന്ന സംസാരമൊക്കെ ഞാനും കേൾക്കുന്നതാണല്ലോ. ഈ ഇടയ്ക്ക് അരുൺ സാറിന്റെ മുത്തച്ഛൻ വന്നപ്പോ അനന്ത് സാറിനെ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നതും കേട്ടായിരുന്നു. എന്ത് ചെയ്യാനാ, കാർത്തൂനി അവർക്കൊന്നും കണ്ണെടുത്താ കണ്ടുവിടാം. പിന്നെ നിങ്ങൾക്കാണോ കാണാവുന്നേ? ഈ പൂത്ത് എവിടുന്ന് വരുന്നു? അവിടെ മൊത്തം പ്രശ്നമല്ലേ കണ്ണ? മഞ്ജുമോളുടെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക. അതേപ്പറ്റി പറയാനാ വന്നത്. അതിനെപ്പറ്റി ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ ഇടയ്ക്ക് അനന്തൂനെ വിളിച്ച് എല്ലാരും വിവരങ്ങൾ തിരക്കുന്നുമുണ്ട്, ഇടയ്ക്ക് പോയി കാണുന്നുമുണ്ട്. അത്തരം വിശേഷങ്ങൾ പറയാൻ നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നില്ല. ഒന്ന് വന്നെന്ന് കരുതി എന്താ കണ്ണ കുഴപ്പം? കുഴപ്പമുണ്ട്. എന്തെങ്കിലുമൊക്കെ തകർച്ച മുമ്പിൽ കണ്ടിട്ട് ഇത്തരക്കാര് വീട്ടിനകത്തേക്ക് കയറും. അതുകൊണ്ട് അരുണിന്റെ അമ്മയെങ്കിലും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം. കാർത്തു എല്ലാരും വീട്ടിനകത്ത് കയറ്റുന്ന കൂട്ടത്തിലാ, കയറ്റാൻ പാടില്ലാത്തവരെ പോലും. അതുകൊണ്ട് ദോഷം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ദൈവാധീനം ഉള്ളതുകൊണ്ട് ആപത്തൊന്നുമില്ലാതെ മുമ്പോട്ട് പോകുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് നിന്റെ വീട്ടിലേക്കും കൂടി വരാനിരിക്കായിരുന്നു കണ്ണ. അങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. പവിത്ര അമ്മയൊക്കെ കടയില. നീ നോക്ക് കണ്ണ, മോടെ മുടിയൊക്കെ ഇങ്ങനെ പാറി പറന്ന് കിടക്കുക. അതൊക്കെ ഒന്ന് ചീക്കി ഒതുക്കാന്ന് കരുതിയാ ഞാൻ വന്നത്. അതിനാണോ അവിടുന്ന് ഇവിടെ വരെ വന്നേ? മോളുടെ മുടിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനും ഇടയ്ക്കിടയ്ക്ക് ചെയ്യി ഒതുക്കി കൊടുക്കുന്നുണ്ട്. എങ്കിലും ഒരു തൃപ്തി വരാത്ത പോലെ. കാർത്തൂന്റെ ഭർത്താവ് അരുണാ. ആ അരുണിന് ഈ മുഖവും ഈ മുടിയൊക്കെ തൃപ്തിയാ. പിന്നെ കാർത്തു സിനിമയിലും സീരിയലൊന്നും അവനിക്ക് ഇപ്പൊ പോകുന്നില്ല. എന്താ മോളെ അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ നിങ്ങളുടെ കെട്ടിയവന് വല്ല പരിപാടിയുണ്ടോ? മുമ്പ് സംഭവിച്ചതൊക്കെ ഞാൻ അരുണിന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ജയിലിലായിരുന്ന സമയത്തെ കുറച്ചു ദിവസം പവിത്ര മോളെയും കൂട്ടി ഇവരുടെ അവിടെ പോയി താമസിച്ചു. വെറുതെ ഇരുന്ന് ചോറുണ്ടെന്നത് ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല എന്റെ ഭാര്യയുടെ ചേച്ചിയും ഭർത്താവും. അതുകൊണ്ടേ മോളെ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോയി. അന്ന് അരുൺ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ മോളെ ഏതെങ്കിലും ചെളിക്കൊണ്ട് കിടന്നനാ. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ല കണ്ണ. ആയിക്കോട്ടെ, കഴിഞ്ഞു പോയ കാര്യങ്ങളാണെങ്കിലും മറക്കാൻ പറ്റുന്നതേ മറക്കാൻ പറ്റൂ. അതൊന്നും പറയാനും പറയിപ്പിക്കാനും ദേവി ഏത് ഇങ്ങോട്ട് വരരുത്. ഭയം കൊണ്ടാ പറയുന്നേ. കുറച്ചു സമയം ഇവിടെ ഇരുന്നിട്ട് പോകാന്ന് കരുതിയാ വന്നത്. എന്നാ പിന്നെ ഞാൻ പോട്ടെ കാർത്തുമോളെ. ഇതൊക്കെ ചോദിക്കാൻ എന്തിരിക്കുന്നു? ചായ കുടിച്ചില്ലേ? പൊയ്ക്കോ. എന്തായാലും നിങ്ങൾ പോവാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്നെ എന്താ സംശയമാണോ കണ്ണന്? എന്നാ പിന്നെ ഞാൻ നിൽക്കുന്നില്ല, പോകുക. പോകുന്നതൊക്കെ കൊള്ളാം, തിരിച്ചിങ്ങോട്ട് വന്നേക്കരുത്. ശരി മോളെ. ഇടയ്ക്ക് എല്ലാവരും അങ്ങോട്ടൊക്കെ ഒന്ന് പോരെ. എത്രയും പെട്ടെന്ന് മഞ്ജുമോളുടെ അസുഖം മാറ്റിയെടുത്തില്ലെങ്കിൽ അത് അപകട. ഇപ്പൊ തന്നെ റോഡിലോട്ടൊക്കെ ഇറങ്ങിയ റോഡിന്റെ നടുക്കൂടിയാ നടക്കുന്നത്. ഏതെങ്കിലും വണ്ടി വന്ന് കയറിയ പിന്നെ എന്തു ചെയ്യും? എന്നാ ശരി, ഞാൻ ഇറങ്ങുക. വീട്ടിലോട്ട് കയറി വരുന്ന ഒരാളെ ഇങ്ങനെ വിഷമിപ്പിച്ച് വിടാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ തന്നെ വിടണം, എങ്കിലേ ഇനി ഇങ്ങോട്ട് വരാതിരിക്കൂ. പവിത്രയെ പോലെ നന്മയുള്ള കൂട്ടത്തിലൊന്നും അല്ല മോളെ. ഇനി എന്തിനാ വന്നെന്നും പറയാൻ പറ്റില്ല. വന്നത് നല്ലതിനാണെങ്കിലും മോശത്തിനാണെങ്കിലും നമുക്ക് വിശ്വാസമില്ലാത്തവരെ വീട്ടിനകത്ത് കയറ്റി സൽക്കരിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കണ്ണേട്ടിന് ചായ എടുക്കട്ടെ? വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഞാൻ ചായ എടുക്കാം. ഇരിക്കെ, ഒരു ചായ കുടിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തൊരു സ്വഭാവമാരുണ്ടമ്മേ. അവരുടെ വീട്ടിൽ പോയിരുന്നപ്പോ ഭാര്യയും ഭർത്താവോട് ശരിക്കും കഷ്ടപ്പെടുത്തിയതാ. എന്നിട്ടും അതൊന്നും മനസ്സിലില്ല. സ്വയം ആപത്ത് വിളിച്ചു വരുത്തുന്ന സ്വഭാവം. എന്തൊക്കെ നീ സംഭവിച്ചാലും അതൊന്നും മാറാൻ പോകുന്നില്ല. മഞ്ജു മകളാണെന്ന് ഇടയ്ക്ക് തെറ്റിദ്ധരിച്ചെങ്കിലും ആ സമയത്ത് പോലും എനിക്ക് നേരിയ സംശയം ഉണ്ടായിരുന്നു. ദേവനന്ദയുടെ സ്വഭാവമല്ല മഞ്ജുവിന്. ദേവിയുടെയും അയാളുടെ അച്ഛന്റെയും തനി പകർപ്പ് കാർത്തുവ. ചെറുപ്പകാലത്ത് ദേവിയും ഈ പറയുന്ന കാർത്തുവിനെ പോലെയായിരുന്നു. എല്ലാവരോടും ദയയും കരുണയൊക്കെയുള്ള കൂട്ടത്തിലായിരുന്നു ദേവ. അതുകൊണ്ട് കാർത്തു ദേവയുടെ മകളാണെന്ന് നിങ്ങളങ്ങ് ഉറപ്പിച്ചോ? ഉറപ്പിച്ചതൊന്നുമില്ല. ദേവനന്ദയ്ക്ക് വിവാഹത്തിന് മുമ്പ് ഒരു മകളുണ്ടല്ലോ. ആ കുട്ടി കാർത്തുവാണെന്നാണ് ഇപ്പൊ എന്റെ വിശ്വാസം.
അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ ഇനി കാർത്തുനിന്ന് അകന്നു പോവൂ. കാർത്തുവിന്റെ അച്ഛനാണെന്ന് അവകാശം സ്ഥാപിക്കാനോ കാർത്തുവിനെ അടക്കി പിടിക്കാനോ ഒന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്. അവൾ എന്റെ മകളാണെങ്കിൽ അകലെ നിന്നാണെങ്കിൽ പോലും എന്നെ കുഞ്ഞിനൊന്ന് നോക്കിക്കാണാൻ വേണ്ടി മാത്രമാണ്. അതിനുള്ള അവസരം ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഞാനിപ്പോ എന്റെ പ്രൊഫഷനൊക്കെ മറന്നിരിക്കുക. പേഷ്യൻസിനെയൊക്കെ നോക്കി കുറെ പണം സംഭവിച്ചിട്ട് എന്താ കാര്യം? ഇപ്പൊ തന്നെ ഒരുപാടുണ്ട്. ആർക്ക് വേണ്ടി ഇതൊക്കെ? ഇനിയുള്ള സമ്പാദ്യം എന്റെ മകളാണ്. അതുകൊണ്ട് എനിക്കെന്റെ ചോരയെ തിരിച്ചറിഞ്ഞേ പറ്റൂ. സഹായിക്കാമെങ്കിൽ കണ്ണനൊന്ന് സഹായിക്കാം. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം സമയമൊക്കെ വെറുതെ കളയാ ഡോക്ടറെ. ആയിക്കോട്ടെ, അതിനൊരു സുഖമുണ്ട് കണ്ണ. ഇപ്പോഴത്തെ ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ല. വെറുതെ കുറെ അലച്ചിൽ മാത്രമേ ഉള്ളൂ. പെങ്ങളുടെ മകളെ സ്വന്തം മകളായി കണ്ട് ഇത്രയും നാൾ ആശ്വസിച്ചിരുന്ന എനിക്ക് സ്വന്തം മകളുണ്ടെന്ന് എനിക്ക് എന്നെങ്കിലും വിശ്വസിപ്പിക്കണം. നിങ്ങളാരും പറയണ്ട, ദൈവം തന്നെ എനിക്കെന്റെ മകളെ കാട്ടിത്തരും. കണ്ണ, അയാൾ രണ്ടും കൽപ്പിച്ച. എനിക്ക് നല്ല പേടിയുണ്ട് പാപ്പ. ജ്യോത്സ്യപ്രവചനം സത്യമാണെങ്കിൽ, അയാൾ നല്ലവനാണെങ്കിൽ അയാളുടെ പ്രാർത്ഥനയ്ക്കൊപ്പം ദൈവങ്ങൾ നിൽക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തലയ്ക്ക് വല്ലാത്തൊരു ഭാരം പോലെ അനന്തൂട്ടാ. ഓ, ആശ്വാസായി. അത്രയല്ലേ ഉള്ളൂ. നിനക്കിപ്പോ എന്നെ തിരിച്ചറിയാലോ? പിന്നെ എന്റെ അനന്തൂട്ടനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ? അത് മതി. മറുമരുന്ന് ഫലിച്ചെന്നാ തോന്നുന്നേ. ആശ്വാസായി. എത്രയും മുടക്കിയെന്നറിയാലോ? 1,00,000 രൂപ. എന്റെ അസുഖം മാറാൻ വേണ്ടി അത്രയും രൂപ മുടക്കിയത് ഒരു നഷ്ടമായിട്ട് കാണണോ അനന്തൂട്ടാ? എങ്കിലും ആ വൈദ്യൻ സാഹചര്യം മുതലാക്കി ചോദിക്കുന്നത് കൊടുത്തല്ലേ പറ്റൂ. എന്റെ 2 വള വിറ്റാ തീരാവുന്ന. അങ്ങനെ ഞാൻ കളഞ്ഞിരുന്നെങ്കിൽ അതിനകത്ത് വിഷമുണ്ടെന്ന് അറിയാൻ പറ്റുമായിരുന്നോ? അങ്ങനെ അറിയാതിരിക്കുന്നിടത്തോളം കാലം വീണ്ടും മഞ്ജു വെച്ച് എന്തെങ്കിലും കൊണ്ട് കാർത്തു വെച്ചേ കാണാൻ പോകില്ലേ? അന്ന് നീ എന്നോടൊരു കള്ളം പറഞ്ഞല്ലോ, അത് തന്നെ ചെയ്താൽ മതിയായിരുന്നു. അതിനകത്ത് വിഷമുണ്ടോന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോഴത്തെ ദേഷ്യത്തിന് തെറ്റ് ചെയ്തവർക്ക് തന്നെ അത് കൊടുക്കാനാ തോന്നിയത്. മോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ജന്മം അനന്തവും മഞ്ജു ഒന്നും മാറാൻ പോകുന്നില്ല. അവരെ തിരുത്താനും പറ്റില്ല. ആ നിലയ്ക്ക് അവരെ അവരുടെ വഴിക്ക് വിടുന്നതാ നല്ലത്. അവരവരുടെ വഴിക്ക് പൊക്കോട്ടെ. പക്ഷെ അങ്ങനെ പോകുന്നില്ലല്ലോ. ഒരു തെറ്റും ചെയ്യാത്തവരെ തിരഞ്ഞു പിടിച്ച് ദ്രോഹിക്കാൻ നോക്കുവല്ലേ? ഞാനും മോളും ഒക്കെ ഒരു സമയത്ത് അങ്ങനെയായിരുന്നില്ലേ? എന്നിട്ട് നമ്മള് മാറിയില്ലേ? അതുപോലൊരു മാറ്റം മഞ്ജു ചേച്ചിക്ക് ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാ.
കൂടെ കഴിയുന്നവനും കണക്കാ. അതുകൊണ്ടാ അവൻ മാറാത്തത്. എന്നാലും മോള് ചെയ്ത പ്രവൃത്തി എത്ര പറഞ്ഞാലും ന്യായീകരിക്കാൻ കഴിയില്ല. എന്റെ തലയിൽ മാത്രം തെറ്റുകൾ വെച്ച് കെട്ടുമ്പോ അമ്മ ഒരു കാര്യം ഓർക്കണം. അമ്മയാണ് മുത്തശ്ശനോട് പറഞ്ഞത് ചേച്ചിയും ചേട്ടനും ഡോക്ടർ ജീവനെ കാണുകയാണെങ്കില് അവർക്ക് സ്വത്തൊന്നും കൊടുക്കില്ലെന്ന് പറയണമെന്ന്. മുത്തശ്ശൻ അത് അനുസരിച്ചു. അതിനുശേഷമല്ലേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നത്. എന്തിനാ അങ്ങനെ പോയി പറഞ്ഞത്? സ്വത്തിനും പണത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്നവരോട് അത് കിട്ടില്ല കൊടുക്കില്ല എന്ന് പറഞ്ഞ അവരത് സഹിക്കോ? അവിടെയാ എല്ലാം തുടങ്ങിയത്. എന്നിട്ട് എന്നെ മാത്രം പഴിക്കണ്ട. ഞാൻ പറയുന്നത് മഞ്ജു ചേച്ചി നോർമലായി കഴിഞ്ഞാ സ്വത്തുക്കളെല്ലാം ഭാഗം വെക്കണം. പിന്നെ അതിന്റെ പേരിൽ ഒരു അടിപിടി ഉണ്ടാവില്ലല്ലോ. കൊടുക്കുമ്പോ അവർക്ക് കുറച്ച് കൂടുതൽ കൊടുത്തേക്ക്. അതോടെ ശല്യം തീരുമല്ലോ. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഒന്നും സംസാരിച്ചില്ലല്ലോ. എന്തു പറ്റി? മഞ്ജു എടുത്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയില് നല്ല സങ്കടമുണ്ട് സാറേ. സങ്കടപ്പെടർ എന്താ കാര്യം? ഇതൊക്കെ അവര് വരുത്തി വെച്ചല്ലേ. ഒരു കുഞ്ഞാണ് ഏട്ടത്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറാനുള്ള പരിഹാരം. അതിന് അയാളെ വിചാരിച്ചാലേ പറ്റൂ. ആ ഡോക്ടർ ജീവൻ. തന്റെ പോക്കിത് എങ്ങോട്ടാ? അപ്പച്ചി ശത്രുവാക്കാനുള്ള പരിപാടിയാണോ? അവസാനം അപ്പച്ചിക്കും അത് സമ്മതിക്കേണ്ടി വരും ഏട്ടത്തിയുടെ ഈ അവസ്ഥ കണ്ടിട്ട്. അപ്പച്ചി ഒരിക്കലും അതിന് സമ്മതിക്കില്ല. ഇനി ഏട്ടത്തിക്ക് മുഴുത്ത വട്ടായാലും അയാളെ പോയി കാണാൻ പറയില്ല. കുഞ്ഞുവാവയാണെന്ന് പറഞ്ഞ് ചീപ്പിനെ താരാട്ട് പാടുന്ന കണ്ടപ്പോ സത്യം പറഞ്ഞ എന്റെ ഹൃദയം നിന്നുപോയി. എടോ, അത് തനിക്ക് ഹൃദയമുള്ളതുകൊണ്ടാ. അതില്ലാത്തവര് ഒന്ന് നോർമലായി കഴിഞ്ഞാ പഴയതിനേക്കാളും അപകടകാരികളാവും. എനിക്കെന്തോ ഇന്നിനി ഉറങ്ങാൻ പറ്റില്ല. എടോ, എനിക്കും വിഷമം ഇല്ലാതില്ല. പ്രത്യേകിച്ച് ഈ സംഭവത്തിന് ശേഷം അനന്തവേട്ടനുണ്ടായ മാറ്റം എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഭാഗ്യം കൊണ്ടാ താനാ പലഹാരം കഴിക്കാതെ പോയത്. അന്ന് അത് കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ കണ്ട് ഒരിക്കലും അവർ രണ്ടുപേരും സഹതപിക്കില്ലായിരുന്നു. അവർ നമ്മളെ കാണാൻ വരും, കണ്ട് ആനന്ദിക്കാൻ. അതിനുള്ള പക്വതയെ അവർക്കുള്ളൂ. സാർ എന്തൊക്കെ പറഞ്ഞാലും ഏട്ടത്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറിയേ പറ്റൂ. അതിന് നമ്മൾ തന്നെ മുൻകൈ എടുക്കണം. അതൊക്കെ ചെയ്യാം. പക്ഷെ ഡോക്ടർ ജീവന്റെ കാര്യം മാത്രം താൻ പറയരുത്. അയാളോട് ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ ഇനിയും പോയാ മതി. പപ്പേട്ടാ, എന്താ നമ്മളെ ഒറ്റയ്ക്ക് അമൃതി പോണോ? അതെ, അതിനു മുമ്പ് കണ്ണേട്ടനൊന്ന് കാണണം തോന്നി. സാറുമായിട്ട് വന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് ഒറ്റയ്ക്ക് വന്നത്. എന്താ പറ്റിയോളെ? ഞങ്ങള് മഞ്ജുവരത്തെ കാണാൻ പോയിരുന്നു. ഏടത്തിയുടെ കാര്യം വലിയ കഷ്ടമാ കണ്ണേട്ടാ. ഇപ്പൊ പഴയതുപോലെ സമനില തെറ്റി ഓടിയില്ല. എങ്കിലും ഇപ്പൊ പാവകളെ കയ്യിൽ വെച്ച് താരാട്ട് പാടുവാ. അത് കണ്ടപ്പോ വല്ലാത്ത വേദന തോന്നി. കുഞ്ഞു പോയതിന്റെ ആഘാതം ഇതുവരെ മാറിയിട്ടില്ല. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോളെ? കുഞ്ഞിനാരും കളഞ്ഞല്ലോ. അവള് ഒഴിച്ച കുഴിയിൽ അവള് തന്നെ വീഴല്ലായിരുന്നു. വീണതല്ല, വീഴ്ചതാ. മാളുവിനോട് പറഞ്ഞതാ ഞാനും അപ്പച്ചൊക്കെ ആ പലഹാരം ഏട്ടത്തിക്ക് കൊടുക്കരുതെന്ന്. എന്നിട്ടും കേട്ടില്ല. അന്നത് മാളു ചെയ്യില്ലായിരുന്നെങ്കിൽ മോളെന്ത് ചെയ്യുമായിരുന്നു? മഞ്ജു അനന്തോടെ മോളെ നശിപ്പിക്കാൻ വേണ്ടിട്ടാ പലഹാരമായിട്ട് വന്നത്. എന്നിട്ടത് മാളു എവിടെയോ കൊണ്ട് കളഞ്ഞില്ലായിരുന്നെങ്കിൽ വീണ്ടും മോളെ അപായപ്പെടുത്താൻ അവളും അനന്തോടെ വന്നേനെ. ല്ലേ? അയാൾ എന്തൊരു സാധനമാ അരുൺ സാറിന്റെ ഏട്ടൻ.
അയാളെങ്കിലും ഇത്തിരി പക്വത കാണിക്കണ്ടേ? സ്വത്തിന്റെയും പണത്തിന്റെയും കാര്യം വരുമ്പോ ചിലരൊക്കെ അങ്ങനെയാണ് പാപ്പ. നമുക്ക് കരടമാമയെ അറിയാവുന്നല്ലേ? നാളെ മരിക്കുമെന്ന് ചിന്തിക്കാത്ത മനുഷ്യരവരൊക്കെ. എന്നിട്ടിപ്പോ അരുൺ സാറിന്റെ ഏട്ടൻ എന്തെങ്കിലും മാറ്റമുണ്ടോ? നല്ല മാറ്റമുണ്ട്. ഞങ്ങളോടൊന്നും അനന്തേട്ടൻ ഇപ്പൊ ദേഷ്യപ്പെടുന്നേ ഇല്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മാറാത്ത മനുഷ്യരുണ്ടാവൂ. ഇനിയിപ്പോ അതുകൊണ്ട് എന്ത് വേണമെന്നാ മോള് പറയുന്നേ? അരുണിനെ ഒഴിവാക്കിയിട്ട് വന്നത് എന്തോ പറയാനാ? കണ്ണേട്ടാ, ഒരു കുഞ്ഞ് അവർക്കിടയിൽ വേണം. അല്ലാതെ ഏട്ടത്തിയുടെ ഈ അസുഖം മാറില്ല. അതിന് അയാളെ വിചാരിച്ചാലേ സാധിക്കൂ. ആ ഡോക്ടർ ജീവൻ. അതുകൊണ്ട് ഇനി അയാളോട് ആരും മോശമായിട്ട് സംസാരിക്കണ്ട, പെരുമാറണ്ട. ഇത് മോളെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് അരുണിനോടാ. അതെ മോളെ, അരുൺ സാറിന് സാറിന്റെ കുടുംബത്തിന് ഒരു തകർച്ച ഉണ്ടാവാൻ പാടില്ല. അതിന് കാരണക്കാരാരായാലും അവർ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. മഞ്ജു ഏടത്തിയുടെ അവസ്ഥ അത്രയ്ക്കും ദയനീയായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്, അല്ലാതെ അയാളോടുള്ള ഇഷ്ടം കൊണ്ടല്ല. മോളെ, മോള് ഡോക്ടർ ജീവനോട് അടുപ്പം കാണിച്ച പിന്നെ മോളിൽ നിന്ന് അകലാൻ പോകുന്നത് അരുണിന്റെ അപ്പച്ചിയായിരിക്കും. അതെന്താ മോൾ ഓർക്കാത്തത്? നോക്കിക്കോ, അപ്പച്ചു ഇനി അയാളുടെ സഹായം ചോദിക്കും. അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും ശരി, അരുണിനെ അരുണിന്റെ അപ്പച്ചിയും വിഷമിപ്പിക്കരുത്. നമുക്കൊരു തകർച്ച ഉണ്ടായപ്പോ താങ്ങി നിർത്തിയത് അരുണാ. ആ ബോധം എപ്പോഴും വേണം. കണ്ണം പറഞ്ഞ് ശരിയാ മോളെ. അരുൺ സാറിന്റെ ഏട്ടനെടുത്തിയൊക്കെ മോളെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ ആ പടി ഇറങ്ങിപ്പോയത് പോലും അവര് കാരണമാ. അത് മാത്രമാണോ? അതിനുശേഷം അവരൊക്കെ മോളെ കൊല്ലാൻ നടക്കുന്നതന്നെയല്ലേ? അല്ലെങ്കിൽ തന്നെ അരുണിനും അരുണിന്റെ അപ്പച്ചിക്കും ഇല്ലാത്ത സ്നേഹം മോക്ക് അവരോട് വേണോ? നമുക്ക് ആരോടും ശത്രുതയില്ലല്ലോ കണ്ണേട്ടാ. അവിടെ പോയി കണ്ട കാഴ്ചകള് സാറിനെ പോലും വിഷമിപ്പിച്ചിട്ടുണ്ട്. സാറും സാറിന്റെ അപ്പച്ചിയും അറിയണ്ട. പക്ഷെ ഡോക്ടർ ജീവനോട് ഇനി കൂടുതൽ മുഖം കറുപ്പിച്ച് സംസാരിക്കണ്ട. ഇനി അങ്ങനെ ചെയ്തിട്ട് അയാളെ ഏട്ടത്തിയെ സഹായിച്ചില്ലെങ്കിലോ? ഞാനേതായാലും ഇനി അയാളെ കണ്ട ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കില്ല. മനസ്സുകൊണ്ട് ഇഷ്ടമല്ല, എങ്കിലും അത് പുറമേ കാണിക്കില്ല. അച്ഛനോട് മകളെടുക്കാനുള്ള സാധ്യതയാണല്ലോ കണ്ണ്. ഞാൻ നിന്നോട് പറഞ്ഞല്ലടാ, തിരുമേനി പ്രശ്നം വെച്ചിട്ട് അയാള് നല്ലവനാണെന്നാ പറഞ്ഞേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവം അച്ഛനെയും മകളെയും തമ്മിൽ കൂട്ടിമുട്ടിക്കും. അവര് പരസ്പരം സ്നേഹിക്കുകയും ചെയ്യും. കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ ആഘാതം ഇതുവരെ ഏട്ടത്തിയെ വിട്ട് മാറിപ്പോയിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്കൊരു കുഞ്ഞ് ജനിച്ചേ പറ്റൂ. ഇപ്പോഴത്തെ അവസരം ട്രീറ്റ്മെന്റ് നടക്കില്ല. മഞ്ജു നോർമൽ ആയാലേ അതൊക്കെ സാധിക്കും. ഏട്ടത്തിയെ എത്രയും പെട്ടെന്ന് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദന മറക്കാൻ വേണ്ടതൊക്കെ ചെയ്യും വേണം. പോയ കുഞ്ഞിന് പകരം മറ്റൊരു കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഏട്ടത്തിക്ക് കിട്ടണം ഡോക്ടറെ. മോള് പറഞ്ഞ പിന്നെ ഞാൻ നോ എന്ന് പറയില്ല. എന്റെ കഴിവിന്റെ പരമാവധി മഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവരാനും നല്ല ട്രീറ്റ്മെന്റിലൂടെ അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാനും ശ്രമിക്കാം. പക്ഷേ ഇനി ഒരിക്കലും കാർത്തുനെ കാണാൻ വരുന്ന എന്നെ ആട്ടിപ്പായിക്കരുത്. എന്നോട് ദേഷ്യത്തിൽ സംസാരിക്കുകയും ചെയ്യരുത്. ഇല്ല. ഞാനൊന്ന് തൊഴുതിട്ട് വരുന്നവരെ നിൽക്കാൻ പറ്റുമോ? മഞ്ജു, ഡോക്ടർ ജീവൻ വിളിച്ചിരുന്നു. അദ്ദേഹം ഉറപ്പ് തന്നിരിക്കുക എത്രയും പെട്ടെന്ന് നമ്മുടെ കുഞ്ഞെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി തരാൻ പറ്റുമെന്ന്. ഇടയ്ക്ക് നമ്മളോട് ചെറിയ അകൽച്ച ഡോക്ടർക്ക് ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധുക്കളെക്കാളും സഹായിച്ച കൂട്ടത്തിലെ ഡോക്ടർ. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് ഡോക്ടർക്ക് നല്ല സഹതാപമുണ്ട്. പക്ഷെ ഇപ്പോ നിന്റെ കണ്ടീഷൻ മാറാതെ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു മതി അനന്തുവേട്ടാ. കാർത്തുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി. എനിക്കിനി കുഞ്ഞ്. ഞാൻ കുറച്ച് പാവി മേടിച്ചു തരാൻ പറഞ്ഞിട്ട് എന്തായി? ഞാൻ ഉടനെ തന്നെ ഒരു ടോയ് ഷോപ്പിൽ പോകുന്നുണ്ട്. അവിടെ നിന്ന് എന്തായാലും മേടിക്കാം. അതുപോലെ തന്നെ ആ വൈദ്യരോടും പറയണം കുറച്ച് വീര്യം കൂടിയ മരുന്ന് തയ്യാറാക്കി വെക്കാൻ. എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നടന്നാ മതിയായിരുന്നു. അങ്ങനെ തന്നെ നടക്കും അനന്തുവേട്ടാ. നമ്മളെ തോൽപ്പിച്ചവരൊക്കെ കണ്ണീര് കുടിക്കാൻ പോകുന്ന ദിവസങ്ങളായിനി. ഞാൻ ആ വൈദ്യനെ പോയി കണ്ടിരുന്നു.
അയാൾ നീ പറഞ്ഞ അത്രയും ചോദിച്ചില്ലെങ്കിലും ഇപ്പം മരുന്നിന് ചോദിക്കുന്നത് 50,000 രൂപയാ. അത് നാക്കിൽ ഒഴിച്ചാൽ മതി, പ്രവർത്തിച്ചു തുടങ്ങുന്ന പറഞ്ഞേ. അതാണ് വേണ്ടത്. പെട്ടെന്നൊന്നും അത് സംഘടിപ്പിക്കണ്ട. എന്റെ ഭ്രാന്ത് തുടരണം. ഒരു കുഞ്ഞിന് പോലും സംശയം തോന്നാത്ത രീതിയിൽ വേണം അവൾക്കത് കൊടുക്കാൻ. ഇനി ഒരബദ്ധം പറ്റരുത്. നീ അബദ്ധമൊന്നും കാണിക്കാതിരുന്നാ മതി. നമ്മുടെ ആഗ്രഹം നടക്കാൻ വേണ്ടി ഞാൻ എന്റെ സുഖവും സന്തോഷവും എല്ലാം മാറ്റിവെക്കുക. നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണം. എനിക്കത്രേ ഉള്ളൂ. കണ്ണേട്ട, അവര് തമ്മിൽ ശത്രുതയൊക്കെ മറന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയണ്ട കണ്ണേട്ട. തിരുമേനി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കണ്ണേട്ടനെ പോലെ നല്ലൊരാളാണ് ഈ പറയുന്ന ഡോക്ടർ ജീവനെന്ന് അദ്ദേഹത്തിന്റെ പ്രശ്നത്തെ തെളിഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ എന്തിനായാലും വേദനിപ്പിക്കുന്നത്? നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നല്ലേ പവിത്രേ? ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നീ അങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ? ഞാൻ ആകെ ഉരുകി നടക്കുക. ഡോക്ടർ ജീവന്റെ ഭാഗത്ത് ന്യായം കാണുമായിരിക്കും. അയാള് ദീപനോട് പറഞ്ഞ കഥകളൊക്കെ സത്യമാണെന്നും വരാം. പക്ഷെ അതൊന്നും കേൾക്കാനോ വിശ്വസിക്കാനോ അരുൺ അപ്പച്ചിയോ അവരുടെ അച്ഛനോ തയ്യാറാവത്തില്ല. നമുക്കിപ്പോ അവരെ തഴഞ്ഞിട്ട് ജീവനൊപ്പം നിൽക്കാൻ പറ്റുമോ? മഞ്ജുവിന് വേണ്ടിയിട്ടാണെങ്കിലും കാർത്തു ഇപ്പൊ അയാളോട് സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടല്ലോ, അതൊരു ആശ്വാസമാണ്. ആർക്ക് ആശ്വാസമാണെന്ന്? കാർത്തു ഡോക്ടർ ജീവനോട് അടുത്ത് ഇടപഴകിയെന്ന് അറിഞ്ഞാ അമ്മയും മോളും തമ്മിൽ ചിലപ്പോ ശത്രുക്കളായെന്ന് വരും. ഇനി എന്തായാലും കാർത്തുനെ വെറുക്കാൻ മോളുടെ അമ്മയ്ക്ക് കഴിയില്ല. എങ്കിലും ഇതൊക്കെ അറിയുന്നത് അവർക്ക് മനപ്രയാസമല്ലേ പവിത്രേ? സ്വന്തം മോള് ഡോക്ടർ ജീവന്റെ നിഴല് പോലും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാ അരുൺ അപ്പച്ചി. കണ്ണേട്ടനെ കരുണമാമ ചതിച്ചതുപോലെ ഡോക്ടർ ജീവനെ അങ്ങേരുടെ കൂട്ടുകാർ ചതിച്ചത് തന്നെയാ. അതുകൊണ്ടാ അയാളെ പോലെ വേദനിക്കുന്ന ഒരാളധികം കാണില്ലെന്ന് പൂജാരി പറഞ്ഞത്. തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നതിന്റെ വേദന കണ്ണേട്ടിന് ഒരുപാട് അറിഞ്ഞതാ. എന്നെയും പപ്പേട്ടനെയും ചേർത്ത് മാമനും മാമിയും വിജിതയൊക്കെ കഥകൾ ഉണ്ടാക്കിയപ്പോ ഞാനും കുറെ സങ്കടപ്പെട്ടതാ. അതിലും വലിയ സങ്കടമായിരുന്നു ഉണ്ണിയും അവർക്കൊപ്പം നിന്നപ്പോ. അത്തരം അവസ്ഥകളൊക്കെ കടന്നു വന്ന നമ്മള് ആരുടെ ഭാഗത്താ സത്യമെന്നറിയാതെ ഒരാളെ പഴിക്കരുത്, അയാളെ കൂടുതൽ നോവിക്കരുത്. ചികത്താനും കടലിലും നടുക്ക് അകപ്പെട്ടതുപോലായി. സ്വന്തം മകളെ തേടി ഡോക്ടർ ജീവൻ നടക്കുന്നതുകൊണ്ട് എപ്പോഴായാലും കാർത്തൂനെ അയാൾ തിരിച്ചറിയും കണ്ണേട്ട. അതിനുശേഷം മോളെ കാണണമെന്ന് അയാൾക്ക് തോന്നില്ലേ? അത് തടയാൻ നോക്കിയാ അയാൾ ചിലപ്പോ നിയമത്തിന്റെ വഴി പോവും. അങ്ങനെ വന്നാ അറിയാത്തവരെല്ലാം നടന്നൊക്കെ അറിയുകയും ചെയ്യും. ശരത് സാർ ഈ സംഭവം അറിഞ്ഞാ അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റുമോ? അദ്ദേഹം അരുണിന്റെ അപ്പച്ചിയോട് പൊറുക്കോ? അതുകൊണ്ട് ഈ ഡോക്ടർ ജീവനെ നമ്മൾ കൂടുതൽ വെറുപ്പിക്കാത്തതാ നല്ലത്. അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അയാൾ കാർത്തൂനെ കണ്ടോട്ടെ. താനെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? അത് പിന്നെ അപ്പച്ചി കൊണ്ടുവന്ന സാരി എടുത്ത് കാണണമെന്ന് അപ്പച്ചി പറഞ്ഞില്ലേ? സാരി മാറി നമ്മുടെ മുറിയിലേക്ക് പോവാൻ ഞാൻ എന്താ? എടോ, ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ലെന്ന് പറഞ്ഞാലും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനും അപ്പച്ചിയും വന്നപ്പോ തന്റെ അമ്മയുടെ മുഖത്ത് നല്ല പതർച്ച ഉണ്ടായിരുന്നു.
കാര്യമില്ലാതെ അങ്ങനെ പതറേണ്ട കാര്യമില്ലല്ലോ. ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. ആരും വന്നിട്ടില്ല സാറേ. എനിക്ക് തന്നെ വിശ്വസിക്കാമോ? താൻ കള്ളം പറഞ്ഞാണെന്ന് തന്റെ മുഖം പറയുന്നുണ്ട്. എന്നും സത്യം മാത്രം പറയുന്ന ഒരു കള്ളം പറഞ്ഞ അത് അവരുടെ മുഖത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ പുറത്തൊരു കാർ കിടപ്പുണ്ടായിരുന്നു. അപ്പച്ചി കൂടെ ഉള്ളതുകൊണ്ടാ ഞാൻ അതേപ്പറ്റി തന്നോട് ചോദിക്കാതിരുന്നത്. അത് നമ്മുടെയൊക്കെ ശത്രുവിന്റെ കാറാ, ഡോക്ടർ ജീവന്റെ. അയാൾ ഇങ്ങോട്ട് വന്നോന്നാ ഞാൻ ചോദിച്ചത്. അപ്പച്ചി തന്നെ കണ്ട ചുട്ടുകളയും. എനിക്ക് എന്റെ അപ്പച്ചിയെ കൊല്ലാളിയാക്കാൻ വയ്യ. അതുകൊണ്ട് അപ്പച്ചിയുടെ കണ്ണിപ്പെടാതെ ഇവിടുന്ന് പൊയ്ക്കൊള്ളണം. അതുപോലെ ഇനി ഒരിക്കലും ഇവിടേക്ക് താൻ വരാൻ പാടില്ല. തന്റെ നിഴല് പോലും ഇനി കാർത്തു കാണരുത്. മഞ്ജു എടുത്തിട്ട് പിന്നാലെ നടന്ന നടപ്പിനി കാർത്തുവിന്റെ പിന്നാലെ വേണ്ടാന്ന് മനസ്സിലായോ തനിക്ക്? ഇതെന്റെയും കാർത്തുവിന്റെ ബെഡ്റൂമാ. ഇവിടേക്ക് അപ്പച്ചി വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. വന്നാ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ താൻ തീർന്നു തന്നെ കരുതിയാ മതി. തന്നെ ഓരോ തവണ വെറുതെ വിടുമ്പോഴും അതൊക്കെ ഞങ്ങളുടെ ബലഹീനതയാന്ന് കരുതരുത്. ചുറ്റിലും തന്റെ ശത്രുക്കൾ മാത്രമാ. ആ ബോധത്തോടെ വേണം മുന്നോട്ട് പോവാൻ. എവിടെയെങ്കിലും പോയിന്ന് മറിഞ്ഞിരിക്കുക. പിന്നെ പോകുമ്പോ ആ സാരി കൂടെ എടുത്തോണ്ട് പോണം. എന്റെ കാർത്തൂന് താനുമായിട്ട് ഒരു ബന്ധമില്ല. അതുകൊണ്ട് തന്റെ ഒരു ഗിഫ്റ്റും കാർത്തൂന് വേണ്ട. മനസ്സിലായോ? തൽക്കാലം ഇവിടെ തന്നെ നിൽക്കാം. ദേവ കാണുന്നെങ്കിൽ കാണട്ടെ. ഇതുവരെ താൻ സാരി മാറാൻ പോയില്ലേ? ഒന്നെ സാരി മാറാൻ നമ്മുടെ ബെഡ്റൂമിൽ കയറണ്ട. അതിനകത്ത് ജീവൻ ഒളിച്ചിരിപ്പുണ്ട്. ഏതായാലും സമയം കളയാതെ പോയി സാരി മാറിയിട്ട് വാ. അല്ലെങ്കിൽ അപ്പച്ചി അയാളെ കാണും. പിന്നെ ഇവിടെ എന്ത് നടക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. ചെല്ലു. എന്നാത് നേരത്തെ വിളിച്ചു പറയണ്ടായിരുന്നു. കാര്യമായിട്ട് മോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമായിരുന്നല്ലോ. മോൾ എന്തുണ്ടാക്കിയാലും അതൊക്കെ എനിക്കിഷ്ടം. അതുകൊണ്ട് ഉള്ളതൊക്കെ മതി. നിങ്ങൾക്കല്ലോ പോയിരുന്ന ആഹാരം കഴിക്കണം. അതാ എന്റെ തൃപ്തി. കറികളൊന്നും ഇല്ലാത്തത് കാർത്തൂന് വിഷമായിരിക്കും. അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ തന്നെ വല്ലപ്പോഴും കയറി വരുന്ന വിരുന്നുകാരിയൊന്നും അല്ലല്ലോ ഞാൻ. വീട്ടുകാരത്തിയല്ലേ. നിങ്ങളൊക്കെ കഴിക്കുന്ന ഫുഡ് പോരെ. ഇവിടെ വന്ന് കുറച്ചു ദിവസം നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. എന്നാ പിന്നെ വരുമ്പോഴൊക്കെ എല്ലാവർക്കും ഒപ്പം ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. എന്തായാലും കറികൾ കുറഞ്ഞു പോയെന്ന് ഞാൻ പരാതിയൊന്നും പറയില്ല. മോള് ഡ്രസ് ചെയ്ത് കഴിഞ്ഞില്ലേടാ? ഇപ്പൊ കഴിയും. മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോന്ന് തിരക്കായിരുന്നോ? കാർത്തിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ടിപ്പോ നിന്റെ മുഖത്തുണ്ടല്ലോ ഇപ്പൊ ഒരു വാട്ടം. അതപ്പച്ചി കണ്ണിന്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. നീ എനിക്കൊപ്പം ആണല്ലോ ഇങ്ങോട്ട് വന്നത്. അകത്ത് പോയി കാർത്തൂനെ കണ്ടതിന് ശേഷം നിനക്കും ഇങ്ങനെയൊരു മാറ്റം. എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണേ. ആരും മനസ്സിൽ വെച്ചോണ്ട് നടക്കല്ലേ. ഇനി ഇല്ലാതെ ഉണ്ടാക്കി ഞങ്ങൾ പറയണം.
ഇവിടെ ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല. മഞ്ജു എടുത്തി അതിന് കാരണം. അയാള് വിചാരിച്ചാലേ മഞ്ജു എടുത്തിട്ട് അസുഖം മാറൂന്ന കാർത്തൂന്റെ ചിന്ത. അതുകൊണ്ടാ ആ ഫ്രോഡ് വന്ന് പകത്തിരുത്തി ചായ കൊടുക്കാൻ നോക്കിയത്. അരുണിന്റെ അപ്പച്ചി ഇപ്പോഴും അവിടെ ഉണ്ടോ? ഉച്ചഭക്ഷണം കഴിഞ്ഞേ പോളെന്ന് പറഞ്ഞു നിൽക്കുക. അത്രയും സമയം അയാളെ വീട്ടിനകത്ത് ഇരുത്താൻ പറ്റില്ല. ഞങ്ങളുടെ മുറിയിലേക്ക് എങ്ങനെ അപ്പച്ചി കയറി വന്നാൽ അയാളെ കാണും. അതുകൊണ്ട് കണ്ണേട്ടനൊരു കാര്യം ചെയ്യണം. കടയിൽ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടോന്ന് പറയണം. അങ്ങനെയെങ്കിൽ അപ്പച്ചി എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവരാം. ആ സമയത്ത് ആ വൃത്തിയേട്ടൻ ഇറങ്ങിപ്പൊക്കോളും. രണ്ടെണ്ണം പൊട്ടിച്ചു വിടേണ്ടതാ. അപ്പച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് അതിന് കഴിയില്ല. ഞങ്ങൾ പെട്ടെന്ന് ആഹാരം കഴിക്കാൻ വിളിച്ച അരുൺ അപ്പച്ചി വരുമോ? അപ്പച്ചി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ള വിവരം നേരത്തെ ഞാൻ പറഞ്ഞൊന്ന് പറഞ്ഞാൽ മതി. ഉച്ചയൂണിന് വിളിക്കുമ്പോ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ അരുണേ? ഇതിപ്പോ കടയിലുള്ളതൊക്കെ കാണും. അങ്ങനെയെങ്കിൽ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും മേടിക്കുക കണ്ണേട്ടാ. കണ്ണേട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പച്ചിയായിട്ട് അവിടെ എത്താം. ശരി അരുണേ, ഞാൻ പവിത്രടുത്ത് ചോദിക്കട്ടെ. അരുൺ സാർ അപ്പച്ചയും കൊണ്ട് പോയി. നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് പോണം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ദയവ് ചെയ്ത് ഇനി ഇങ്ങോട്ട് വരരുത്. കാർത്തൂന് കാണണമെന്ന് തോന്നുമ്പോ എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല മോളെ. അതുകൊണ്ടാ ഞാൻ ഓടി വരുന്നത്. എന്നെ എന്തിനാ നിങ്ങൾ കാണുന്നത്? നമ്മൾ തമ്മില് അതിന് തക്ക അടുപ്പ് എന്തെങ്കിലും ഉണ്ടോ? അതിനെന്താ നിങ്ങൾ മറുപടി പറയാത്തെ? അതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണണം. ഏട്ടത്തെ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ ഡോക്ടറെ തന്നെ കണ്ടാലും മതി. അവർക്കാർക്കും എന്റെ അസുഖം മാറ്റാൻ കഴിയില്ല മോളെ. ഇയാൾ ഇനിയും പോയില്ലേ? മറ്റുള്ളവരെ കൊലയ്ക്ക് കൊടുക്കാനായിട്ട് വന്നിരിക്കുക. ഇറങ്ങിപ്പോ. താൻ മോക്ക് കൊടുക്കാൻ സാരി കൊണ്ടുവന്നായിരുന്നല്ലോ, അതോടെ കൊണ്ടുപോ. മോൾക്ക് മോളുടെ അപ്പച്ചി ഇപ്പൊ സാരി കൊണ്ടേ കൊടുത്തു. അതാ മോൾ ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ഇനി നിന്റെ സമ്മാനമൊന്നും വേണ്ട. അത് അരുണെടുത്ത് വലിച്ചെറിഞ്ഞു. അതേതായാലും നന്നായി. ഇനി നിന്ന് സമയം കളയാതെ